വെൽക്കം ടു ട്രൈഗുഡ്. നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനു മുന്നേ ഇന്നലെ നമ്മൾ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം. ഇന്നലെ നമ്മൾ അനാലിസിസ് നടത്തുന്ന സമയത്ത് ഒരു FEG മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കിയാൽ കാണാം, ഈ ബ്ലാക്ക് ലൈനിന്റെ അടുത്ത് ഒരു FEG മാർക്ക് ചെയ്തിട്ട് മാർക്കറ്റ് അങ്ങോട്ടേക്ക് ഒന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ടേക്ക് ഇറങ്ങാതെ മാർക്കറ്റ് കറക്റ്റ് ആയിട്ട് മുകളിലോട്ട് കയറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് റിവേഴ്സൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കിയാൽ കാണാം, ആ റിവേഴ്സൽ ഉണ്ടാവാനുള്ള സാധ്യത മാർക്ക് ചെയ്ത ഏരിയയിൽ നിന്നിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ടേക്ക് ഇറങ്ങി. അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് സോണും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഇപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സപ്പോർട്ടിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇന്നലെ പറഞ്ഞിരിക്കുന്ന അനാലിസിസ് ഒരു ഇതെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. ആദ്യമായിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ലൈനാണ്. ഈ ഒരു ലൈനിന്റെ പ്രത്യേകത മാർക്കറ്റിൽ നിന്ന് ഇവിടേക്ക് എത്താനുള്ള സാധ്യത ഉള്ള ഒരു ലൈനാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെ മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ഇവിടെ, അല്ലെങ്കിൽ സപ്പോർട്ട് സോൺ ഉണ്ട്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കിയാൽ കാണാം, മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയ ഒരു ഏരിയ, ഈ ഒരു ഏരിയ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇൻബാലൻസിലേക്ക് എത്തുകയാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിലേക്ക് താഴോട്ടേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്നാണ് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയത്. എനിവേ, അതിന്റെ തൊട്ട് താഴെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ ഏരിയാസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 അവറിലേക്കാണ് പോകുന്നത്. 1 അവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഇവിടുന്ന് ഒരു ബ്രേക്ക് തന്നതിന് ശേഷം ഒരു റീടെസ്റ്റ് നടന്നിട്ടുണ്ട്. നോക്കിയാൽ കാണാം, മാർക്കറ്റ് നല്ലൊരു റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. റീടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും താഴോട്ടേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇന്നലെ നമ്മൾ അതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ലൈൻ എന്ന് പറയുന്നത് ഇവിടെ വരെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരുപക്ഷെ അത് അവിടേക്ക് തന്നെ എത്താനുള്ള സാധ്യതയുണ്ട്. നോക്കിയാൽ കാണാം, വീണ്ടും മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് തന്നെയാണ് താഴോട്ടേക്ക് വരുന്നത്. ഇവിടെ നിന്നൊരു ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് വരുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ നിൽക്കുന്ന ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ്. അപ്പൊ അതിനെ ബ്രേക്ക് ചെയ്ത് തന്നെ താഴോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ റെഡ് ലൈനിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ 1 അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത്, മുകളിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസ് ഏരിയയുടെ ഉള്ളിൽ ഒരു ഇംബാലൻസ് ഉണ്ട്. ഒരു ഇംബാലൻസിനെ മാർക്ക് ചെയ്യുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുമ്പോൾ അതിന് തൊട്ട് താഴെ മറ്റൊരു ക്യാൻഡലും കൂടി ഉണ്ട്. ഓൾറെഡി മുകളിൽ മാർക്ക് ചെയ്തുകൊണ്ട് അതിന്റെ താഴെ മാർക്ക് ചെയ്യുന്നില്ല. ഒരുപക്ഷെ നമുക്ക് 50 മിനിറ്റ്സിലോ മറ്റോ പോകുന്ന സമയത്ത് കിട്ടുകയാണെങ്കിൽ അത് വീണ്ടും മാർക്ക് ചെയ്യാം. ഇനി 1 അവറിൽ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഏരിയ, അതായത് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയ ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് മുകളിൽ പോയിട്ട് ഡീപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു റെഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു സപ്പോർട്ട് ഏരിയയും കൂടി ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദൂരമായൊരു സാധ്യത കാണുന്നുണ്ട്. എന്തായാലും നമ്മളത് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഇനി 1 അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് പറയുന്നത് ഇപ്പൊ ഈ നിൽക്കുന്ന ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ടൊന്ന് പോകാനുള്ള സാധ്യത കാണുന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു സപ്പോർട്ട് ഏരിയനെ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് 1 അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് കഴിഞ്ഞ കുറച്ച് ക്യാൻഡിൽസ് നിൽക്കുന്നത്. പക്ഷെ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടില്ല. ഒരുപക്ഷെ റെസിസ്റ്റൻസ് എടുക്കാൻ മുകളിലോട്ട് മാർക്കറ്റ് പോയേക്കും. അങ്ങനെയാണെങ്കിൽ എവിടം വരെ വരും എന്നുള്ള സാധ്യതയൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലിന്റെ ഉള്ളിലാണ് വരാനുള്ള ഒരു സാധ്യത കാണുന്നത്. ഇത്രയും ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ ഒരു 50% ക്യാൻഡിലിന്റെ 50% മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഏറെക്കുറെ ക്യാൻഡിലിന്റെ 50% എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവലാണ് നമ്മൾ മാർക്ക് ചെയ്തിടുന്നത്. അതുപോലെ തന്നെ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരു FEG കൂടി ഉണ്ട്. അപ്പൊ അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള എൻട്രി സാധ്യതകൾ എന്ന് പറയുന്നത് ഒരു ബൈ എൻട്രി ആൻഡ് സെൽ എൻട്രി ആണ് ആദ്യം പറയുന്നത്. മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്ന പ്രൈസിൽ നിന്നൊന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞ് ഒരു ചെറിയ ഒരു റീടെസ്റ്റ് കിട്ടുകയോ, അല്ലെങ്കിൽ ഇതുപോലെ വലിയൊരു ക്യാൻഡിൽ താഴോട്ടേക്ക് വരികയാണെങ്കിൽ അതിനെ ഫോളോ ചെയ്ത് നമുക്കൊരു ട്രേഡ് എടുക്കാം. ഫസ്റ്റ് ടാർഗറ്റ് റെഡ് ലൈൻ ആണ്. റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു FEG ഉള്ള ഒരു ഏരിയ ആണ്. ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒരു പക്ഷെ വീണ്ടും ഒന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നല്ല രീതിയിൽ ആണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. മീൻസ് നല്ലൊരു ക്യാൻഡിൽ തന്നിട്ടാണ് മാർക്കറ്റ് പോകുന്നത്. എന്നിട്ട് റീടെസ്റ്റ് തന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഒരു ഏരിയ വരെ, ഒരു 50%ന്റെ ഏരിയ വരെ മാർക്കറ്റ് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഒരുപക്ഷെ
ഒരു 50% ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ വലിയൊരു വരവായിരിക്കില്ല. ഒന്നല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്രേക്ക് ചെയ്ത ഏരിയയിലേക്കായിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്കായിരിക്കാം വരുന്നത്. ഒരുപക്ഷെ ഈ സപ്പോർട്ട് ഏരിയനേക്കാളും നല്ല സപ്പോർട്ട് ഏരിയകൾ ചിലപ്പോൾ മുകളിലോട്ട് പോകുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടേക്ക് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. വന്നു കഴിഞ്ഞിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നുണ്ടാവുക. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മാർക്കറ്റ് താഴോട്ടേക്ക് തന്നെയാണ് വരാനുള്ള ഒരു സാധ്യത. എന്നിരുന്നാലും നല്ല സപ്പോർട്ട് ഏരിയകൾ കിട്ടുന്ന സമയത്ത് അതിനൊരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനും സാധ്യത ഉണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് നിൽക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ലോയിലാണ്. പലതവണ മാർക്കറ്റ് ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോയിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ 3 എൻട്രീസ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സെൽ എൻട്രി. അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ബൈ എൻട്രി. ഈ ബൈ എൻട്രിക്ക് 2 ഫേസ് ഉണ്ട്. ഒന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഒരുപക്ഷെ ഈ ഒരു ലെവലിലേക്ക് വന്നിട്ട് വീണ്ടും മാർക്കറ്റ് അവിടെ നിന്ന് താഴോട്ടേക്ക് വരാനുള്ള ഒരു ഫേസ് ഉണ്ട്. അല്ല, നല്ല രീതിയിൽ ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്ത് ഒരു വലിയൊരു മൂവ്മെന്റ്, ഒരു ബുള്ളിഷ് മൂവ്മെന്റിനുള്ള ക്യാൻഡിൽ പാറ്റേണോ മറ്റോ തന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ ഈ ഒരു ക്യാൻഡിലിന്റെ 50%ലേക്കോ അല്ലെങ്കിൽ ആ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് അതിന്റെ മുകളിലുള്ള റെസിസ്റ്റൻസിൽ നിന്നും താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ US ഓയിലിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഇത്രയാണ്. വീഡിയോസ് കാണുന്ന ആളുകൾ എല്ലാവരും മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.